ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിലെ അത്തപ്പൂക്കളത്തിൻ്റെ വിശേഷങ്ങൾ കാണാൻ പോയാലോ? എല്ലാ വർഷവും അത്തം നാളിൽ വടക്കുംനാഥൻ്റെ തെക്കേ നടയിൽ വലിയ പൂക്കളം ഒരുക്കാറുണ്ട്. സായാഹ്ന സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ഈ പൂക്കളം ഒരുക്കാറുള്ളത്. ആ പൂക്കളമാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. തൃശ്ശൂർ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് ചരിത്രവും വിശ്വാസവും പാരമ്പര്യവും ഒരുമിച്ച് ചേരുന്ന ഭൂമിയാണ് ശ്രീ വടക്കുംനാഥ ക്ഷേത്രം. ഓണക്കാലത്തിൻ്റെ വരവറിയിച്ചുകൊണ്ട് തൃശ്ശൂരിലെ സായാഹ്ന സൗഹൃദ കൂട്ടായ്മ തയ്യാറാക്കിയ പൂക്കളാൽ തീർത്ത മനോഹരമായ വിസ്മയമാണ് വടക്കുംനാഥ ക്ഷേത്രത്തിലെ തെക്കേ നടയിൽ ഒരുക്കിയ ഈ മനോഹരമായ അത്തപ്പൂക്കളം. ആഘോഷങ്ങൾ എങ്ങനെയെല്ലാം കളറാക്കാമെന്ന് ചിന്തിക്കുന്ന തൃശ്ശൂരുകാർക്ക് 18 വർഷം മുമ്പാണ് ഇങ്ങനെയൊരു ആശയം വരുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ഇന്നും മലയാളികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സുവർണ മുഹൂർത്തമായി ഈ അത്തം നാളിലെ മെഗാ പൂക്കളം മാറിക്കഴിഞ്ഞിരിക്കുന്നു. എല്ലാ വർഷവും 60 അടി വലിപ്പമുള്ള പൂക്കളമാണ് തയ്യാറാക്കാറുള്ളത്. ഇത്തവണ പതിവിൽ നിന്നും 2 അടി കൂട്ടി 62 അടി വ്യാസത്തിൽ 2000-ഓളം കിലോ പൂക്കൾ ഉപയോഗിച്ച് വളരെ പുതുമ നിറഞ്ഞ രീതിയിലാണ് പൂക്കളം തയ്യാറാക്കിയിരിക്കുന്നത്. 100 കണക്കിന് പ്രവർത്തകരുടെ ഒരുമിച്ചുള്ള കൂട്ടായ്മയുടെയും പരിശ്രമത്തിൻ്റെയും സൗന്ദര്യവും തൃശ്ശൂരിൻ്റെ സൗഹൃദ സ്വഭാവവും സംസ്കാരവുമാണ് ഈ പൂക്കളത്തിലൂടെ കാണാൻ സാധിക്കുന്നത്. ജാതി മത വേർതിരിവില്ലാതെ എല്ലാവരും ചേർന്നുകൊണ്ട് ഒന്നിച്ച് ഓണത്തെ വരവേൽക്കുന്നതിൻ്റെ പ്രതീകം കൂടിയാണ് ഈ അത്തപ്പൂക്കളം. ഒരു വശത്ത് കേരളത്തിൻ്റെ വാസ്തുവിദ്യയുടെ അതിമനോഹരമായ വടക്കുംനാഥ ക്ഷേത്രം, അതിനു മുന്നിൽ പൂക്കളാൽ തീർത്ത വർണ്ണവിസ്മയം. ഇത് കാണാനും ആസ്വദിക്കാനുമായി പ്രാർത്ഥനയോടെയും സന്തോഷത്തോടെയും എത്തുന്ന 100 കണക്കിന് ആളുകളെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഈ കാഴ്ച തൃശ്ശൂരിൻ്റെ സംസ്കാരത്തെ തന്നെ പ്രതിഫലിപ്പിക്കുന്ന ഒന്നാണ്. ഈ പൂക്കളം തൃശ്ശൂരിൻ്റെയും കേരളത്തിൻ്റെയും ലോക മലയാളികൾക്കിടയിലും അങ്ങേയറ്റം സന്തോഷത്തിൻ്റെയും ഓണാഘോഷങ്ങളുടെയും പ്രതീകമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. നിറങ്ങളിലൂടെ പൂക്കളിലൂടെ കേരളത്തിൻ്റെ പാരമ്പര്യം വിളിച്ചു പറയുന്ന മനോഹരമായ ഒരു കലാസൃഷ്ടിയാണ് നമ്മളിപ്പോൾ കാണുന്ന ഈ മെഗാ അത്തപ്പൂക്കളം. വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ ഈ മനോഹരമായ ഈ പശ്ചാത്തലത്തിൽ വിശാലമായ സ്ഥലത്ത് ഒരുക്കിയ ഈ പൂക്കളം കാണുന്നത് തന്നെ കണ്ണുകൾക്ക് പ്രത്യേക സന്തോഷമാണ്. ദൂരെ നിന്ന് നോക്കുമ്പോൾ മനോഹരമായ ഒരു ചിത്രം പോലെ തോന്നാം. അടുത്തുനിന്ന് കാണുമ്പോഴാണ് ഓരോ പൂവിൻ്റെയും ഓരോ ഇതളിൻ്റെയും ഭംഗി ആസ്വദിക്കാൻ കഴിയുന്നത്. ഈ മനോഹാരിത ആസ്വദിക്കാൻ നിരവധി ആളുകൾ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. ഓണം എന്ന് പറയുമ്പോൾ മനസ്സിൽ ആദ്യം എത്തുന്ന കാഴ്ചകളിൽ ഒന്നാണ് അത്തപ്പൂക്കളം. 10 ദിവസം നീളുന്ന ഓണാഘോഷത്തിൻ്റെ തുടക്കമാണല്ലോ അത്തം. ഓരോ ദിവസവും പൂക്കളത്തിന് കൂടുതൽ നിറവും ഭംഗിയും കൂട്ടിക്കൂട്ടി തിരുവോണത്തിൻ്റെ മഹത്തായ ആഘോഷത്തിലേക്ക് എത്തിച്ചേരുന്നു. ഓണം വെറുമൊരു ആഘോഷം മാത്രമല്ല, മലയാളിയുടെ ഒരുമയുടെയും സ്നേഹത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകം കൂടിയാണ്. അതുകൊണ്ട് തന്നെ വടക്കുംനാഥ സന്നിധിയിൽ ഒരുക്കിയിരിക്കുന്ന ഈ പൂക്കളത്തിന് ഇന്ന് പ്രത്യേക ഭംഗിയാണ് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ബൈ.